രചന മഹിമ പത്മൻ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തലയിലെ തട്ട് ഒന്നുകൂടി നേരിട്ടുണ്ട്. ഫർസുമെല്ലെ ക്ലാസ്സിനകത്തേക്ക് തലയിട്ട് നോക്കി. ക്ലാസ്സിൽ ആരുമില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം അവൾ മെല്ലെ തലയിരിച്ച് പിന്നിലേക്ക് നോക്കി. കയ്യിൽ നാലായി മടക്കി വെച്ചിരിക്കുന്ന പേപ്പറിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിറയലോടെ നിൽക്കുന്നവളെ കണ്ടതും ഫർസു അറിയാതെ സ്വയം നെറ്റിയിലടിച്ചു പോയി. നീ പെണ്ണെ, ഇവിടെ തുള്ളൽ പനി കാണിക്കാതെ അകത്തോട്ട് കയറി. കിളിയിലാ വിറക്കുന്നവൾ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഫർസു പറഞ്ഞു. അവൾ ഫർസുവിനെ നോക്കി വിളിക്കെ ചിരിച്ചു കാണിച്ചു. അന്റെ അണപ്പല്ലിന്റെ എണ്ണം കുറേ മര്യാദക്ക് പോയി വെച്ചോ. ഫർസു സ്വരം ഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വേഗം ക്ലാസ്സിനകത്തേക്ക് ഓടിക്കയറി. ക്ലാസ്സിനകത്തേക്ക് കയറിയതും അവൾ ഒരു ദീർഘനിശ്വാസം ഉതിർത്ത് വിട്ടു. ശേഷം മെല്ലെ മൂന്നാമത്തെ ബെഞ്ച് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഉള്ളിലെ വെപ്രാളം കാരണം തോളിലെ ബാഗ് വീണ്ടും വീണ്ടും നേരെയിട്ടത് കൈവിരലെ നഖമെല്ലാം കടിച്ചുകൊണ്ട് ചുറ്റും വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ഫർസു. എന്റെ റബ്ബേ, ഈ പെണ്ണിന്റെ മയ്യത്ത് കണ്ടി അടങ്ങുന്ന തോന്നണേ. കൈവിരലെ നഖമെല്ലാം കടിച്ചു തുപ്പിക്കൊണ്ട് ഫർസു സ്വയം പറഞ്ഞു. ഒന്ന് വേഗാവട്ടെ എന്റെ പെണ്ണെ. വാതിൽ പടിയിലായി നിന്നുകൊണ്ട് പരിഭ്രമത്തോടെ ചുറ്റും മിഴികൾ പായിക്കുന്നതിൻ്റെ ഇടയിൽ അകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് ഫർസു വെപ്രാളത്തോടെ പറഞ്ഞു. ആ ദാ വരുന്നു എന്റെ ഫർസു. ഡെസ്കിലായി വെച്ചിരുന്ന ബാഗ് എടുത്ത് ബെഞ്ചിലേക്ക് വെച്ച ശേഷം അതിനകത്തുനിന്ന് ഒരു നോട്ട് ബുക്ക് എടുത്തു. അതിലെ അവസാന പേജിലായി കയ്യിൽ നിന്ന് പേപ്പർ മടക്കി വെച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. പോവാം. ക്ലാസ്സിനകത്തുനിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ചെറിയ ചിരിയോട് അവൾ ചോദിച്ചു. അവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഫർസു ഓടി. അവസാനം ഓട്ടം ചെന്ന് അവസാനിച്ചത് കോളേജ് ഗ്രൗണ്ടിനടുത്താണ്. എന്റെ റബ്ബേ കാത്തു. നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് കിതപ്പടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഫർസു നന്ദിയോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്തിനാ ഫർസു നീ എന്നെ വലിച്ചുകൊണ്ട് ഓടിയേ? കിതപ്പം നടങ്ങിയതും മരത്തിന്റെ തടിയും വേലായിരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. ദേ ഒറ്റ വീക്കാൻ തന്നാളുടെ പെണ്ണെ, എന്തിനാ ഓടിയ പോലും? അണക്കെന്താ ബോധല്ലേ? അല്ല കുഞ്ഞെ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അണക്ക് ശരിക്കും നൊസ്സുണ്ടാ? ഒന്നും അറിയാത്തവളെ പോലെ ഇരുന്ന് വെളുക്കെ ചിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് ഫർസു ദയനീയമായി ചോദിച്ചു പോയി. എന്നാൽ അവിടെ ആ ചോദ്യം കേട്ടിട്ടും പെണ്ണിനൊരു കുലുക്കവും ഇല്ല. ഇപ്പോഴും അതേ വെളുക്കെയുള്ള ചിരിയോടെ ഫർസുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. എന്റെ പൊന്നു, സമ്മതിച്ചേക്കണ് ഞാൻ. ആൾക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് ഫർസു പറഞ്ഞു. പെണ്ണ് കുപ്പിവള ചിന്നിച്ചിതറും പോലെ കുലുങ്ങി ചിരിച്ചു. അവളുടെ ആ ചിരി ഫർസുവിലേക്ക് മെല്ലെ പടർന്നു. അപ്പോഴാണ് അവിടെ ഫോൺ റിങ് ചെയ്ത്. ആരാണ് തന്നെ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഫർസുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. എന്നാൽ ഫോൺ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കാണെ അവളുടെ മുഖം ഇരുണ്ടു. കാമകനാവല്ലേ? അവളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ച ഫർസു അവൾ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉടനെ തന്നെ തറയിൽ കിടന്ന ഒരു കല്ലെടുത്ത് അവൾ ഫർസുവിന് നേരെ എറിഞ്ഞു. ഫർസു അപ്പോൾ തന്നെ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ശല്യം, ആമർശത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ കോള് കട്ട് ചെയ്തു. എന്നാൽ കോള് കട്ട് ചെയ്ത് 1 മിനിറ്റ് തികഞ്ഞില്ല. അതിനു മുമ്പ് വീണ്ടും അതേ നമ്പറിൽ തന്നെ അവൾക്ക് കോള് വന്നു. എന്റെ പെണ്ണെ, ഇനി നീ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കൂല. അത് അണക്കും അറിയുന്ന കാര്യല്ലേ? ഫർസു ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ മനസ്സിലാമനസ്സോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഫോൺ ചെവിയോട് ചേർത്ത് മറുവശം കേട്ട സ്വരം അവളിൽ അമർഷമുളവാക്കി. തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കരുതെന്ന്? മനുഷ്യനായി കുറച്ചൊക്കെ നാണം വേണം, അല്ലാതെ ഇങ്ങനെ. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. മറുവശത്തുനിന്നും പതിഞ്ഞ സ്വരത്തിലുള്ള ചിരി അവളെ തേടിയെത്തി. അതുകൂടിയായതും അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു. തനിക്ക് താങ്ങിയിട്ടുണ്ടെങ്കിൽ മുമ്പിൽ വേണോ? ഇതൊരുമാതിരി ഭീരുവിനെ പോലെ. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആഹാ, ഇതാപ്പ നന്നായി. ഞാൻ ഇന്നും തൻ്റെ അടുത്ത് തന്നെ ഫോൺ ചെയ്യുന്നത്, എന്നിട്ട് പോലും തനിക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ദേ ഇപ്പൊ കൂടി. എന്നിട്ടും മോശം മോശം. കളിയായി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ ഞെട്ടിലോടെ തന്റെ ചുറ്റിനും മിഴികൾ പായിച്ചു. ഏയ് പച്ചക്കിളി. തൊട്ടു പിന്നിൽ നിന്ന് ആ വിളി കേട്ടതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് അവൾ മെല്ലെ ഇരുന്നിടത്ത് എഴുന്നേറ്റു. ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ വിറയലോടെ തിരിഞ്ഞു നോക്കി. അവളെ തന്നെ കണ്ണിമച്ചിമാ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും അവളിൽ പരിഭ്രമമേറി. ഒരാശ്രയത്തിനെന്ന വണ്ണം അവൾ ഫർസുവിനെ തിരിഞ്ഞു നോക്കിയതും അവൾ ഏതു വഴി ഓടണമെന്ന് ചുറ്റും നോക്കുന്ന തിരക്കിലായിരുന്നു. ഓയ് നീയുടാ. ഫർസുവിന്റെ ആ നീക്കത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ പോലെ അവൻ അവളെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. മരത്തിന്റെ മണ്ടയിലായി വലിഞ്ഞേറാൻ തയ്യാറായി നിന്ന ഫർസു അവന്റെ ആ വിളികൾക്ക് അവനെ നോക്കി വെളുക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അവളുടെ അടുത്തായി വന്നു നിന്നു. ഈ പൊടി മരപ്പട്ടി. തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നവളെ കണ്ടതും ഫർസു ദേഷ്യത്തോടെ പിറുവിറുത്ത്. ഞാനാ ഇത്രയും നാൾ തന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ പ്രൈവറ്റ് നമ്പർ ദാ തന്റെ മുമ്പിൽ, തന്റെ തൊട്ട് മുമ്പിൽ തന്നെ വന്നു നിന്നു. അതും പറഞ്ഞുകൊണ്ട് അവനൊരു അടി കൂടി അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവൾ ശ്വാസം അടക്കി പിടിച്ച് നിന്നു. എന്തേ, ഒന്നും ചെയ്യുന്നില്ല എന്നെ? ഇങ്ങനെ അല്ലായിരുന്നല്ല ഇത്രയും ദിവസം ഫോണിൽ കൂടി ചീറിക്കൊണ്ടിരുന്നു. എവിടെ പോയി ആ ശൗര്യൊക്കെ? നെഞ്ചിന് കുറുകെ കൈകൾ രണ്ടും പിണച്ചു കെട്ടിക്കൊണ്ട് ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി. ഇതേ സമയം ഗാലറിയിൽ നിന്ന് ക്രിക്കറ്റ് മാച്ച് കാണുന്ന ലാഘവത്തോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫർസു. എന്റെ പൊന്നിക്ക, നിങ്ങൾക്ക് ഇതെന്താ? കാര്യങ്ങൾ വലിയ ചെയർമാനിക്കാ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ നല്ലൊരു പയ്യനാന്ന് ഞാൻ കരുതിയേ. ഇതിപ്പോ
പ്രൈവറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറിൽ നിന്ന് പെണ്ണിനെ തലങ്ങും വിലങ്ങും അങ്ങോട്ട് വിളിക്കുക. അവൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ കൂട്ടുകാരിയെ വിളിക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓടിടുന്ന ഡ്രസ്സിനെ പറ്റിയും മറ്റും കമന്റ് പറയാ. എന്നിട്ടിപ്പോ അവസാനം അവളുടെ മണ്ടൊക്കെ കുതിരേറാൻ വന്ന് നിൽക്കണ്. അല്ല അപ്പൊ നിങ്ങൾ ചെയ്താ ന്യായം? അവൾ ചോദിച്ചു. കുറച്ചേരായിട്ട് ഇരുവരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഫർസുവിന് ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി നിന്ന് കാലിടയുള്ളൂ എന്ന് മനസ്സിലായ ഫർസ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അതിന് ഞാൻ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഫർസാന. തെറ്റ് തന്നെയാണ്, അതെനിക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. പക്ഷെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു തെറ്റുമല്ല. ദ്വയാർത്ഥത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും അവൾക്ക് കാര്യം പിടികിട്ടി. പക്ഷെ ഫർസുവിന് എന്താ സംഭവം പിടികിട്ടിയില്ല. ആദ്യം തോന്നുന്ന കാര്യം തലയിലെ തട്ടൊന്നുകൂടി നേരെ പിടിച്ചിട്ടുകൊണ്ട് ഫർസു ആലോചനയോട് ചോദിച്ചു. കൂട്ടുകാരിക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങോട്ട് തന്നെ ചോദിക്ക്. ഗൗരവം പിടിയാതാവും പറഞ്ഞതും ഫർസു സംശയത്തോടെ തന്റെ അടുത്തായി നിൽക്കുന്നവളെ തലയിരിച്ച് നോക്കി. എടി പെണ്ണെ, അതിനോട് ഞാൻ 100 വട്ടം പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ തലയും കുമ്പിട്ട് വരച്ചോണ്ട് നിൽക്കരുതെന്ന്. അണക്കെന്താ തുള്ളൽ പനിയോ? ഗൗരവമായ വിഷയം തനിക്ക് ചുറ്റും നടക്കുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ തലകുമ്പിട്ട് നിൽക്കുകയായിരുന്നു അവളുടെ തലയിൽ കൊട്ടുകൊടുത്തുകൊണ്ട് ഫർസു അരിശത്തോടെ പറഞ്ഞു. ഫർസുവിന്റെ നിൽപ്പും മറ്റുമെല്ലാം കണ്ടപ്പോൾ ഇതെന്ത് ജീവി എന്നുള്ള രീതിയിൽ അവൻ അവളെ നോക്കി. അപ്പൊ പറയണം മിസ് ഹർഷിത ഹർഷവർദ്ധൻ, എന്തിനാണ് എന്റെ ബുക്കില്, അതായത് എന്റെ മാത്രം ബുക്കിൽ ദിവസവും വന്ന് ലവ് ലെറ്റർ വെച്ചുകൊണ്ടിരുന്നത്? അവന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും അവൾ എന്തു പറയണമെന്നറിയാൻ നിന്ന് വിയർത്തു. അപ്പോഴാണ് ഫർസുവിന് അവൻ നേരത്തെ പറഞ്ഞ എന്റെ കാര്യം പിടിയിട്ടുന്നത്. ഹർഷയുടെ മറുപടി അറിയാനായി അവനെപ്പോൾ തന്നെ ഫർസു ആകാംക്ഷയോടെ അവൾ തന്നെ ഉറ്റുനോക്കി നിന്നു. എന്നാൽ അവൾ അപ്പോഴും മൗനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അവൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടമായോണ്ട് ഇന്നത്തേക്ക് അവളൊന്നും പറയില്ലെന്ന് മനസ്സിലായതും ഫർസു നിസ്സാരമട്ടിൽ അവനുള്ള മറുപടി കൊടുത്തു. ഇവള് പറയുന്നത് സത്യമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഒരടിയുടെ മുന്നിലേക്ക് വെച്ചോണ്ട് അവൻ ചോദിച്ചതും അവൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. എങ്കിലും ഇപ്പോൾ മനസ്സിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ താൻ ചങ്കുപൊട്ടി മരിച്ചു പോകുന്ന അവൾക്ക് തോന്നി. അതിനാൽ തന്നെ അവൾ മെല്ലെ അവനെ മുഖമുയർത്തി നോക്കി. ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയുന്നുണ്ട് അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതെ, ഈ ഹർഷിത ഹർഷവർദ്ധന് ഈ നിൽക്കുന്ന റൈനർ വിൽപ്പറ്റിന് ഇഷ്ടമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രണയമാണ്, അടങ്ങാത്ത പ്രണയം. തന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഒട്ടും പതർച്ചയില്ലാതെ സംസാരിക്കുന്നവളെ കാണെ അവരിൽ എന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു. ഫർസുവിന്റെ വിസിലടി ശബ്ദമാണ് അവരിരുവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. റബ്ബേ, നിങ്ങൾ മുത്താൻ ടീക്ക, നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ അവളുടെ മുമ്പിൽ വരാൻ വയ്യായിരുന്നോ? അവന്റെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഫർസു ചോദിച്ചു. അവൻ കണ്ണു മിഴിച്ചുകൊണ്ട് അവളെ നോക്കിയെന്ന് പോയി. ഇതേ സമയം ഹർഷയാണെങ്കിൽ ഇവളിത് ചളാക്കുന്നുള്ള രീതിയിൽ ഫർസുവിനെ ദയനീയമായി നോക്കിയെന്നു. നിങ്ങൾക്ക് അറിയോ എൻ്റെ അക്ക, നിങ്ങളുടെ ബുക്കിൽ ഒരു ലവ് ലെറ്റർ വെക്കാൻ വേണ്ടി വരുമ്പോ ഞാനാ സെക്യൂരിറ്റി പണി ചെയ്യുന്നേ. ആരെയും കണ്ടാ കഴിഞ്ഞില്ല നമ്മളെ കഥ. എന്തായാലും ഇനി അതൊന്നും വേണ്ടല്ലോ, സമാധാനായി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ പറയുന്നവളെ കണ്ടതും ഹർഷ നിന്ന് പല്ലുകടിച്ചു. അവൾ മെല്ലെ മുമ്പിലേക്ക് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു അവൾ തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നവനെ. അവന്റെ ആ ഭാവളിൽ ചെറുനോവ് പടർത്തിയെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കിയെന്ന് ചിരിച്ചു. വെറുതെ ഒരു നിമിഷം കൂടി അവളെ നോക്കിയതിനു ശേഷം അവനൊന്നും മിണ്ടാ പിന്തിരിഞ്ഞടന്നു. പോവാണോ? എടി പെണ്ണ ഉത്തരം പിന്തിരിഞ്ഞടക്കുന്നവനെ കണ്ടതും ഫർസു തലകരിച്ചുകൊണ്ട് ഹർഷയോടായി പറഞ്ഞു. എന്നാൽ അവിടെ ചെറിഞ്ഞുള്ള നോട്ടം കണ്ടതും ഫർസു പറയാമെന്ന് വിഴുങ്ങി. എന്തടിച്ച് നോക്കി പേടിപ്പിക്കുക? ഫർസു ചോദിച്ചിരുന്നു. അവളുടെ പുറത്ത് ഹർഷയുടെ കൈ പതിഞ്ഞ ഒരേ സമയമായിരുന്നു. എല്ലാം കൊളാക്കിയിട്ട് അവളുടെ ഒരു ഉത്തരം. പിന്നെ നിങ്ങൾ രണ്ടിന്റെ കണ്ണും കണ്ണു നോക്കിയിരിക്കൽ കണ്ടോണ്ട് ഞാൻ നിൽക്കണോ? ഹർഷ ദേഷ്യത്തോടെ പറഞ്ഞു. ഫർസു അതിനേക്കാൾ ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചു. ഞാൻ ഉള്ളതുകൊണ്ട് അനീ കാണാൻ ഈ വാലിന് ചുറ്റി ഇവിടുന്ന് ഓടുന്നേ. സ്മരണ വേണ്ടി പറട്ടെ, സ്മരണ. തോളിലെ ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഫർസു ചാടിത്തുള്ളിയോടൊന്ന് പോയി. അവളുടെ ആ പോക്ക് കണ്ട് ഒരു ചിരിയോടെ ഹർഷയോടെ പിന്നാലെ ഓടിച്ചെന്നു. ഇവളാണ് ഹർഷിത ഹർഷവർദ്ധൻ എന്ന എല്ലാവരുടെയും ഹർഷ. ഹർഷവർദ്ധൻ ഹരിതാകൃഷ്ണൻ ദമ്പതികളുടെ ഒരേ ഒരു പുത്രി. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. അങ്ങനെ പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു നാടൻ പെൺകുടി. കുറുമ്പും കുസൃതിയും ആവോളമുള്ള അച്ഛന്റെ കുസൃതി കൊടുക്കുക, അമ്മയുടെ കിലുക്കാൻ പെട്ടി. ഹർഷയുടെ ഉറ്റമിത്രമാണ് ഫർസു എന്ന ഫർസാന സെയ്ദ്. സെയ്ദ് അലി ഫാത്തിമ നൌഷാദ് ദമ്പതികളുടെ ഇളയപുത്രി. 2 ഇക്കാക്കമാരുടെ പുന്നാര അനിയത്തി. അതിൻ്റെതായ എല്ലാ തല്ലുകൊളിത്തരവാളുടെ സ്വഭാവത്തിനുണ്ട്. ഒരു വാ പോയ കോടാലിയാണ് ആള്. ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടിപ്പെണ്ണ്. അരപ്പിരി എന്നാണ് ആളുടെ നാട്ടിലുള്ള പരസ്യമായ രഹസ്യപ്പേര്. ഹർഷയും ഫർസും വർഷങ്ങളായി ഒരു മനസ്സുരി ശരീരവുമായി നടക്കുന്നവരാണ്. 3 വയസ്സ് മുതലുള്ള കൂട്ടാണ് രണ്ടും. ബോബൻ മോളി എന്നാണ് വീട്ടിലും നാട്ടിലെല്ലാവരും അറിയപ്പെടുന്നത്. ഹരി, ഒരു 5-6 ഐസ് ക്യൂബ് ഇട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞെങ്കിൽ എടുത്തോ, ഇന്നത്തെ കാലാവസ്ഥ മോശ. ചാടിത്തുള്ളി അകത്തേക്ക് കയറിയുന്ന ഫർസുവിനെ കണ്ടതും TV കണ്ടുകൊണ്ടിരിക്കുന്ന ഹർഷൻ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേയും കയ്യിലൊരു ട്രേയുമായി ഹരിത അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. ഇന്നെന്താണ് കാര്യം? ജ്യൂസ് ഗ്ലാസ് ഫർസുവിന് നേരെ നീട്ടിക്കൊണ്ട് ഹരി ചെറുചിരിയോടെ ചോദിച്ചു. ഓള് ശരിയല്ല ഹർഷൂപ്പ, ഒട്ടും ശരിയല്ല. ഗ്ലാസ്സിലെ ജ്യൂസ് ഒറ്റവലി കുടിച്ചിറക്കി ഗ്ലാസ് ടേബിളിലേക്ക് ശക്തിയിൽ വെച്ച് പല്ലിയരിച്ചുകൊണ്ട് ഫർസു പറഞ്ഞു. ആര്? ഹർഷനൊന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് ചോദിച്ചു. നിങ്ങളുടെ മോളേനെ, അല്ലാണ്ട് ആര്? ചുണ്ടുകൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹരി ചിരിച്ചുപോയി.
ഇങ്ങക്കറിയോ, ഇന്ന് ആ ഇക്കായിട്ട് ഇങ്ങോട്ട് വന്ന് അവളോട് ഇഷ്ടാന്ന് പറഞ്ഞു. കിട്ടിയതൊരു ഗോൾഡൻ ചാൻസ് അല്ലേ, അത് ആരെങ്കിലും മിസ്സാക്കോ? ആ ബുദ്ധൂസാണ് ഞാൻ നോക്കി പനങ്ങാൻ നിന്നിക്കണ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഓൾക്ക് ഇക്കാൻ ഇഷ്ടാന്ന് ഞാനങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉപ്പ? ഏയ് ഇല്ല. അവളുടെ മാറി മറിയുന്ന മുഖഭാവങ്ങളും കൈകൾ കൊണ്ട് കാണിക്കുന്ന ഓരോ ആക്ഷൻ കണ്ട് ചിരി കടിച്ചമർത്തി സോഫയിലിരിക്കായെന്ന് അർഷൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്തിനും ഇപ്പൊ നിങ്ങൾ ചിരിക്കണേ? ഓ, കളിയാക്കിയതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആരും ശരിയല്ല, ഞാൻ പോണു. കെറുവാടെ കവിളും കുത്തി വീർപ്പിച്ചുകൊണ്ട് ഫർസ് പോകാനായി എഴുന്നേറ്റും പുറത്തുനിന്നകത്തേക്ക് കയറി വരികയായിരുന്ന ഹർഷ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ വീർത്ത കവിളിൽ അമർത്തി റുമ്മെടുത്തു. പിണക്കം മാറി എന്റെ ഫർസേ? ഇല്ല. നീട്ടി വലിച്ചുകൊണ്ട് കൊഞ്ചലോട് അവൾ ചോദിച്ചും കണ്ണു തുറപ്പിച്ചുകൊണ്ട് ഫർസും പറഞ്ഞു. ഈ കവിളിൽ പിന്നെ എന്റെ കെട്ടിയോ വന്ന് ഇരുടിയുമ്മ? ഹർഷയുടെ മുഖം മാറുന്നുണ്ടതും കവിള് വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഫർസ് അവളോടായി ചോദിച്ചു. അത് കേൾക്കി അവൾക്ക് ചിരി മുട്ടിയെങ്കിലും അവളുടെ കണ്ണുകൾ കൂർത്തു. അയ്യടാ പൂതിയോളം, അതിന് നീ സ്വന്തമായിട്ടൊരു കെട്ടിനെ കണ്ടുപിടിക്കുക കേട്ടോടി ഉമ്മച്ചിക്കുട്ടി. അവളുടെ മറുകവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഹർഷ പറഞ്ഞതും ഫർസു ഒറ്റ കണ്ണിറുക്കി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവളെ തിരികെ ചുറ്റിപ്പിടിച്ചു. മക്കളുടെ മുഖത്തെ നിറച്ചിരി ആ അച്ഛനിലും അമ്മയിലും സന്തോഷം നിറച്ചു. ഹർഷയുടെ ദേഹത്ത് കൈയും കാലും എല്ലാം ഇട്ട് സുഖമായ ഉറക്കത്തിലാണ് ഫർസു. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിന്റെ ബാക്കിയെന്നോണം എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട് അവൾ. എന്നാൽ ഈ നേരം അത്രയും ഉറക്കം വരാതെ ഓരോ ചിന്തകളിൽ മുഴുകിക്കിടക്കുകയായിരുന്നു ഹർഷ. എടി ഫർസു, എടി ഫർസുവേ. തന്റെ അരയിലൂടെ കൈവട്ടം ചുറ്റി തന്റെ വയറിലായ ഒരു കാല് കയറ്റി വെച്ചുകൊണ്ട് കിടക്കുന്ന ഫർസുവിനെ പിടിച്ചു വിളിക്കൊണ്ട് അവൾ വിളിച്ചു. ഈ ഉണ്ണിയേട്ടൻ. ഫർസുവിന്റെ പിറുവിറുക്കൽ കേട്ട് ഹർഷ കണ്ണും വീഴ്ച അവളെ നോക്കിപ്പോയി. ഓ, പെണ്ണിന് ഇന്ന് ഉണ്ണിയേട്ടനാണോ ഡ്യൂറ്റ് അടിക്കാൻ വന്നേ? ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുകയും നാണിക്കുകയും ചെയ്യുന്ന ഫർസുവിനെ നോക്കിക്കൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. ഫർസുവിന്റെ എക്കാലത്തെയും ക്രഷാണ് ഉണ്ണിമുകുന്ദൻ. അതിനാൽ തന്നെ പകൽ കിനാവിൽ ഉറക്കത്തിലെ കിനാവിലെല്ലാം ഉണ്ണിമുകുന്ദനായിട്ട് ഡ്യൂറ്റ് അടിക്കുന്ന പെണ്ണിന്റെ ഒരു ഹോബിയാണ്. ഈ പെണ്ണെ പോ. അവളുടെ കയ്യിൽ അമർത്തിപ്പിച്ചുകൊണ്ട് ഹർഷ വിളിച്ചതും അവൾ നാണത്തോടെ കിണുങ്ങി ചിരിച്ചുകൊണ്ട് ഹർഷ നുള്ളിയ കയ്യിൽ മെല്ലെ തടവി. ഇതൊരു നടക്ക് പോവില്ല, പെണ്ണിനെ കെട്ടിച്ചു വിടാറായി. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് നോക്കിക്കിടന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരുവന്റെ മുഖം നിറഞ്ഞു നിന്നു. വട്ടമുഖവും കുഞ്ഞു നെറ്റിയും കട്ടിക്കൂട്ടുപുരികവും നീണ്ട കണ്ണുകളും കുഞ്ഞു വിടർന്ന മൂക്കും കട്ടിമീശയും അല്പം തടിച്ച ചുണ്ടുകളും ട്രിം ചെയ്ത താടിയുമുള്ള ഒരു കൊച്ചു സുന്ദരൻ. റൈനേർഡ് വിൽബർട്ട് എന്ന അവിടെ മാത്രം റേച്ച. എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം റേച്ച. എൻ്റെ ജീവനും ജീവിതമെല്ലാം നിങ്ങളാ റേച്ച. എൻ്റെ പ്രണയത്തെ എന്തെങ്കിലും മനസ്സിലാക്കൂ. മനസ്സിൽ ഒന്നൊന്നായി മിന്നിമായവേ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അതേ നിമിഷം തന്നെ ഐ ലവ് യു ഉണ്ണിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫർസു ഹർഷയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ആ നിമിഷം ഹർഷയുടെ ഈറനണിഞ്ഞ മിഴികൾ പുഞ്ചിരിച്ചു. അവളുടെ ചുടികൾ മനോഹരമായി വിരിഞ്ഞു. ഈ പെണ്ണ്, അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മറ്റു ചിന്തകളെല്ലാം മാറ്റി നിർത്തി ഫർസുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മിഴികൾ മെല്ലെ ചിമ്മി അടച്ചു. മുറ്റത്തായി ഒരു കാർ വന്നിരുന്നു. ഉമ്രക്കോലായിലെ ചാരുകസയിലായിരുന്നുകൊണ്ട് പത്രം വായിക്കായിരുന്ന ഹർഷൻ സംശയത്തോടെ പത്രം മുടക്കി മുന്നിലുള്ള മിനി ടേബിളിലേക്ക് വെച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. അതേ നിമിഷം തന്നെ കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവനോടൊപ്പം തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അല്പം പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനും ബാക്ക് സീറ്റിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി. അവരെ കണ്ടത് ഹർഷന്റെ കണ്ണുകൾ വിടർന്നു. ഹരി, അദ്ദേഹം സന്തോഷത്തോടെ അകത്തേക്ക് നോക്കി വിളിച്ചു. എന്താ ഏട്ടാ? സാരി തലപ്പിൽ ഈറനണിഞ്ഞ കൈകൾ തുടച്ച് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഹരി ചോദിച്ചു. അദ്ദേഹത്തിന്റെ നോട്ടം മുറ്റത്തേക്കാണ് നീണ്ടതും ഹരി സംശയത്തോടെ അങ്ങോട്ടേക്ക് നോട്ടം തെറ്റിച്ചു. സ്റ്റെപ്പ് കയറി വരുന്നവരെ കാണുക അവരുടെ മിഴികളും വിടർന്നു. എന്നാൽ ആ മിഴികളിൽ അല്പം പരിഭ്രമം കലർന്നിരുന്നു. ഞാൻ റൈനേഡല്ലേ? ഇത് മോന്റെ കുടുംബം അറിയാം, അകത്തേക്ക് വരൂ. ആ ചെറുപ്പക്കാരൻ സ്വയം പരിചയപ്പെടുത്താനായി തുനിഞ്ഞതും ഹർഷൻ ചെറുചിരിയോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് ക്ഷണിച്ചു. അത്ഭുതത്തോടെ അദ്ദേഹത്തോടെ നോക്കിയ ശേഷം അവനവന്റെ കുടുംബത്തെയും കൂട്ടി അകത്തേക്ക് കയറി. ഞാൻ വിൽബർട്ട് ഫിലിപ്പ്, ഇവന്റെ അപ്പനാ. ഇതെന്റെ ഭാര്യ റൈന വിൽബർട്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ റെയ്നിൻ വിൽബർട്ട്. തന്റെ എതിർവശത്തായിരിക്കുന്ന ഹർഷനെ നോക്കിക്കൊണ്ട് വിൽബർട്ട് ഒരു ചെറുചിരിയോടെ സ്വയമേ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പരിചയപ്പെടുത്തി. അറിയാം, ചിരിയോടെ ഹർഷൻ പറഞ്ഞു. അല്ല, അങ്കിളിന് എങ്ങനെ ഞങ്ങളറിയാം? ചിരിയോടെ ഇരിക്കുന്ന ഹർഷനെ നോക്കിക്കൊണ്ട് റെയ്നോട് സംശയത്തോടെ ചോദിച്ചു. മോള് പറഞ്ഞറിയാം എല്ലാവരെയും, പിന്നെ എല്ലാം. അദ്ദേഹത്തിന്റെ അവസാന വാക്ക് കേട്ടതും അവരെല്ലാവരും ചെറുചിരിയോടെ പരസ്പരം നോക്കി. അപ്പോൾ ഈ കാര്യം അവർക്കുള്ള ചായയുമായി ഹാളിലേക്ക് വന്നിരുന്നു. മോളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് വളച്ചിട്ടില്ല, നമുക്ക് കാര്യങ്ങൾ പറയാം. എൻ്റെ മോന് മോളെ ഇഷ്ടമാണ്. സത്യത്തിൽ ഇവനെ മോളെ ഫസ്റ്റ് ഇയർ മുതലേ അറിയാം. ആ സമയം തൊട്ട് അവളെ ഇവന് ഇഷ്ടമാണ്. പക്ഷെ പഠനത്തിൽ ഒരു ഉഴപ്പുണ്ടാവരുതെന്ന് പറഞ്ഞാൽ മോൾക്ക് ഇവനെ തിരിച്ച് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഇവനെ ഒഴിഞ്ഞു മാറിയെന്ന്. ഇപ്പോൾ PG കഴിയാറായി. അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ ഒപ്പം ബിസിനസ്സിലേക്ക് കയറും, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങും. എല്ലാം കൊണ്ടും പഠിത്തം കഴിഞ്ഞിറങ്ങിയാൽ ഇവൻ സെറ്റിൽഡാ. അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് ഇങ്ങ് തന്നൂടെ?
ജാതിയോ മതമോ പണമോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. മക്കളുടെ സന്തോഷം അത് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടത്. വിൽബർട്ട് പറഞ്ഞു നിർത്തിയതും ഹർഷന്റെ മനസ്സറിഞ്ഞു. ഇത്രയും നല്ലൊരു മനുഷ്യനുള്ള കുടുംബം എന്തുകൊണ്ടും ഒരു സ്വർഗം തന്നെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു. മോൾക്ക് അവിടെ ഒരു കുറവും വരില്ല. എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ അവളെ നോക്കിക്കോളാം. ഹർഷനൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടതും റൈന വെപ്രാളത്തോടെ പറഞ്ഞു. അവരുടെ മനസ്സിൽ അദ്ദേഹം ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നൊരു ആദ്യം നിറഞ്ഞു. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മത. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ജാതിയിലും മാത്രമൊന്നും വിശ്വാസമില്ല. മനസ്സറിഞ്ഞ ചിരിയോട് ഹർഷം പറഞ്ഞതും അവരുടെ എല്ലാം മുഖം തെളിഞ്ഞു. അച്ഛേ! അപ്പോഴാണ് മുറ്റത്ത് ഹർഷയുടെ ബഹളം കേൾക്കുന്നത്. ആളുടെ ചിണങ്ങിലൂടെയുള്ള ശബ്ദം കേട്ടതും റൈനേഡിന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി മുട്ടിട്ടു. ഹർഷൻ അപ്പോഴേക്കും സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛി ഫർസ് ചെയ്ത എന്റെ ഹർഷുപ്പ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റുട്ടോ. അകത്തേക്ക് ഓടിക്കയറി വന്ന് ഹർഷന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ ചിണങ്ങിയതും അവളെ പറയാൻ അനുവദിക്കാതെ ഫർസു അകത്തേക്ക് ഓടി വന്നിട്ട് ഇടയിൽ കയറി. അവർ ഹർഷന് നേരെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സോഫയിലായിരിക്കുന്നവർ അവരിരുവരും കണ്ടതുമില്ല. എന്റെ ഉപ്പ, ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോ നമ്മുടെ പട്ടാളത്തിന്റെ മാവിൽ നിറയെ മൂവാണ്ടം വാങ്ങ. എന്റെ അല്ലോ, വായിൽ കപ്പലോടിച്ചു പോയി എന്റെ ഉപ്പ. ഈ പേടിത്തൊണ്ടിയോ അതിലൊന്നും വലിഞ്ഞു കയറില്ല. എന്നാ പിന്നെ ഞാൻ കയറാം. നീ ആ പട്ടാളം വരുന്നുണ്ടോ നോക്കണേന്ന് ഞാൻ ബുദ്ധൂസിനോടൊന്ന് പറഞ്ഞു പോയി എന്റെ ഉപ്പ. ഈ തല തെറിച്ചു പോയി ആ ഉറങ്ങിക്കിടക്കുന്ന പട്ടാളത്തെ വിളിച്ചോണ്ടിരിക്കണം എന്റെ ഉപ്പ. ഹർഷന്റെ മറുകയിൽ തൂങ്ങി ഹർഷയെ നോക്കി പല്ലടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഫർസു പറഞ്ഞു. അങ്ങനെയല്ല അച്ഛേ, ഞാൻ അങ്കിൾ എന്ത് ചെയ്യാന്ന് അറിയാൻ വേണ്ടി ജനൽ വഴി നോക്കിയതാ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചെടി താഴെ വീണ് പൊട്ടി. ആ സൗണ്ട് കേട്ട് അങ്കിൾ എഴുന്നേറ്റു. കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് ഹർഷ പറഞ്ഞു. ഫർസു അറിയാതെ തലയിൽ കൈവച്ചു പോയി. എന്റെ ഉപ്പ, ആ പാവ ഇക്കാന്റെ കാര്യം ഓർക്കുമ്പോഴാ ഇതിനൊക്കെ എങ്ങനെ മേയ്ക്കും ആ പാവം. ഫർസു ചിരിയോടെ ഒറ്റക്കിണർക്കിക്കൊണ്ട് ഹർഷനോട് പറഞ്ഞു. ഹർഷ അവളെ നോക്കി മുഖം വീർപ്പിച്ച് കാണിച്ചു. അതോർത്ത് എന്റെ ഫർസു വിഷമിക്കണ്ട. എന്റെ പെണ്ണിനെ മേയ്ക്കാൻ എനിക്ക് പറ്റും. എനിക്കേ പറ്റൂ. പിന്നിലായി റെയ്നേഡിന്റെ സ്വരം കേട്ടതും ഹർഷയും ഫർസുവും ഞെട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞു നോക്കി. തങ്ങളെ തന്നെ കണ്ണിമച്ചിമാ നോക്കിയിരിക്കുന്ന റെയ്നേഡിനെ അവന്റെ കുടുംബത്തെയും കണ്ടതും ഹർഷ പരിങ്ങിലോട് ഹർഷന്റെ പിന്നിലായി ഒളിച്ചു. ഇങ്ങളെന്തൊക്കെ ഇവിടെ? എന്നാൽ ആദ്യത്തെ പകപ്പ് മാറിയതും ഫർസു അവന്റെ അടുത്തേക്ക് ഓടിച്ചാടി ചെന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൻ എന്തെങ്കിലും തിരിച്ച് മറുപടി പറയും മുന്നേ അവൾ ചാടിത്തുള്ളി അവന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഈ പെണ്ണിന് ഇക്കാന്റെ ബയോഡാറ്റ എടുക്കലായിരുന്നു പണി. അതുകൊണ്ട് നിങ്ങളെല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ അറിയോ? ഫർസു ചിരിയോടെ തിരക്കിയതും അവർ പുഞ്ചിരിയോടെ അറിയാമെന്ന് തലയാട്ടി. ആ അറിയാം. അപ്പൊ ഇങ്ങളാണ് മോശമല്ലെന്ന് സാരം. ഞാൻ കരുതി ഈ പെണ്ണിന് മാത്രമേ ഉള്ളൂ നിങ്ങളോട് അസ്ഥിക്ക് പിടിച്ച പ്രേമെന്ന്. പക്ഷെ ഇങ്ങക്ക് ഉണ്ടായിരുന്നില്ലേ? കള്ളിച്ചിരിയോടെ ഫർസു ചോദിച്ചു. അവൻ ചാളിതയോടെ തലതാഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചു. എന്നാൽ ആ അച്ഛനും അമ്മയും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടോ അവർക്ക് അവളോടൊരു പ്രത്യേകതര ഇഷ്ടം തോന്നി. ഒരുപക്ഷെ ഇതുപോലൊരു കുറുമ്പിപ്പെണ്ണ് തങ്ങൾക്ക് മകളായി വേണമെന്ന് അവരതിയായി ആഗ്രഹിച്ചുകൊണ്ടാവാം. ഫർസു വീണ്ടും എന്തോ പറയാനായി വാ തുറന്നു. ഹർഷ ഓടിച്ചെന്ന് അവിടെ വാപുത്തി പിടിച്ചുകൊണ്ട് അവരെല്ലാം നോക്കി വിളിക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അവളെയും കുട്ടി മുറിയിലേക്ക് ഓടി. അവരുടെ ആ ഓട്ടം കണ്ട് അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്താ പെണ്ണി? റൂമിലേക്ക് കയറിയത് ഹർഷയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഫർസു സംശയത്തോട് ചോദിച്ചു. എന്റെ പൊന്നു ഫർസു, നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? അവൾ ദയനീയമായി ചോദിച്ചു. ഫർസു എന്തെന്നുള്ള രീതിയിൽ അവളെ പുരികം ചുളിച്ച് നോക്കി. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അസ്ഥിക്ക് പിടിച്ചൊന്നും ബയോഡാറ്റ എടുത്തു നോക്കേ. അതിന് ഹർഷപ്പാക്കും കാര്യങ്ങളെല്ലാം അറിയാലോ. പിന്നെന്താ? കെറുവോട് അവൾ ചോദിച്ചു. ഫർസു സംശയത്തോടെ തലയുറിഞ്ഞോട് മറുചോദ്യം ചോദിച്ചു. അതല്ല, അവരല്ല, റേച്ചന്റെ അച്ഛനും അമ്മയും. അവൾ നാണത്തോടെ തല കുമ്പിട്ടുന്നുകൊണ്ട് വിക്കി വിക്കി പറഞ്ഞു. അമ്പടാ, അങ്ങനെ വേണ അല്ല? കേട്ടതാനിപ്പോ എന്താ? ഞങ്ങളുടെ മോനെ അവൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ ഓർക്കുക? നിസാരമട്ടിൽ ഫർസു പറഞ്ഞു. ഹർഷ അവളെ കണ്ണുറപ്പിച്ച് നോക്കി. ഈ സമയമാണ് ഹർഷയോടും സംസാരിക്കാൻ വേണ്ടി റെയ്നേഡ് അങ്ങോട്ടേക്ക് വന്ന്. അതേ വന്നോട്ടെ. ചിരിയോടുള്ള റെയ്നേഡിന്റെ ശബ്ദം കേട്ടതും ഹർഷയുടെ ശരീരം ഒന്ന് വിറച്ചു. വായോയിക്ക, എന്റെ പൊന്നിക്ക, സംസാരിക്കുന്ന കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കണ്ടു വേണം. ഇപ്പൊ തന്നെ നിങ്ങളെ സൗണ്ട് കേട്ടപ്പോൾ കിടന്ന് വിറക്കം നോക്കിയേ. ഫർസു ചിരിയോടെ പറഞ്ഞു. ഹർഷ അവളെ പരിഭവത്തോടെ ചുണ്ട് വിളത്തിക്കൊണ്ട് നോക്കി. എന്നാൽ അവളിൽ വിരിയുന്ന ഓരോ ഭാവങ്ങളും അത്യധികം പ്രണയത്തോടെ ഒപ്പിയെടുക്കാൻ തിരക്കിലായിരുന്നു അവൻ. ആ എന്തായാലും ഞാൻ പോവാ. അതും പറഞ്ഞുകൊണ്ട് ഫർസു ആടിപ്പാടി അവിടെ നിന്ന് പോയി. അവൾ പോയതും ഹർഷയിൽ വെപ്രാളം നിറയാൻ തുടങ്ങി. പേടിയാണോ എന്നെ? അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. അവൾ ഞെട്ടിലോടെ അവന് മുഖമേർത്തി നോക്കി. പ്രണയോ? അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനിലെ പുഞ്ചിരിയുടെ മാറ്റുകൂടി. ഇഷ? പ്രണയത്തോടെ അവൻ വിളിച്ചതും അവൾ വിടർന്ന മിഴികളോടെ അവനെ നോക്കി നിന്ന് പോയി. ഈ സ്വർണ്ണമാലക്ക് കൂട്ടായി എന്റെ മിന്നുകൂടി തരട്ടെ എന്റെ ഇഷ്ടപ്പെടിന്. അവളുടെ കഴുത്തിലായി ചുറ്റിപ്പിണിഞ്ഞടക്കുന്ന നേരത്തെ സ്വർണ്ണമാല തന്റെ ചൂണ്ടുവിരലാ ചുരുട്ടിയെടുത്തുകൊണ്ട് നേരത്തെ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവൾ ശ്വാസം വിലങ്ങിയ പോലെ തറഞ്ഞെന്ന് പോയി. തരട്ടെ? പതിഞ്ഞ സ്വരത്തിൽ അവൻ എടുത്തു ചോദിച്ചതും അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് തലകുമ്പിട്ടു. അവളുടെ ആ നാണത്തിൽ കുതിർന്ന പുഞ്ചിരിയിലുണ്ടായിരുന്നു അവനുള്ള മറുപടി. ദിവസങ്ങൾ ഒന്നൊന്നായി പോയി മറയവേ റെയ്ച്ചിന്റെയും അവന്റെ ഇഷപ്പെണ്ണിന്റെയും പ്രണയത്തിന്റെ വേരുകൾ വളരെ ആഴത്തിൽ അവരിരുവരുടെയും മനസ്സിലേക്ക് പടർന്നിറങ്ങി.
ഓരോ ദിവസം പിന്നിടുമ്പോഴും അവരുടെ പ്രണയത്തിന്റെ മാധുര്യം കൂടിക്കൊണ്ടേയിരുന്നു. ആ മധുരം അവരിരുവരിലെ ഒരു ലഹരിയായി മാറി. അവരുടെ കലർപ്പില്ലാത്ത പ്രണയം അവരിരുവരിലെ ഒരു പുതുവസന്തം തന്നെ സൃഷ്ടിച്ചു. ഈ കാലയളവിനുള്ളിൽ റെയ്നയുടെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി. ആദ്യമെല്ലാം അവന് പരാജയങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും പോകെ പോകെ അവൻ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറി തുടങ്ങി. അവന് കൂട്ടായി MBA കഴിഞ്ഞ ഉടനെ തന്നെ റെയ്ൻ അവന്റെ അനിയൻ അവന്റെ ബിസിനസ്സിലൊരു പങ്കാളിയായി മാറി. അവന്റെ വരവോടുകൂടി കമ്പനി ഒന്നുകൂടി മെച്ചപ്പെട്ടു. ഇതേസമയം ഹർഷയും ഫർസുവും PG 2ാം വർഷം പഠിക്കുകയായിരുന്നു. ഹർഷയുടെയും റെയ്നയുടെയും വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതിന് മുന്നോടിയായി ഹർഷ PGക്ക് ജോയിൻ ചെയ്ത് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവരിരുവരുടെയും നിശ്ചയം വീട്ടുകാർ നടത്തിയിരുന്നു. ഇല്ല ഈശ, ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒതുങ്ങിയാ ഞാൻ നിൽക്കുന്നത്. ഫോണിൽ കൂടി റെയ്നയോട് സംസാരിക്കായിരുന്നു ഹർഷ. ഇന്നായിരുന്നു അവരുടെ അവസാന പരീക്ഷ. ഹർഷ നേരത്തെ തന്നെ എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങി. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ആൾക്ക് നല്ല പരവേശം അനുഭവപ്പെട്ടു. അതിനാൽ തന്നെ അവൻ അടുത്തുള്ളൊരു ബാക്കിൽ കയറി ജ്യൂസ് വാങ്ങി കുടിച്ചു. ഫർസ് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കണ്ട് അവൾ അവരുടെ ഔട്ട്ഡോർ സ്പേസിംഗിലായി പോയിരുന്നു. അപ്പോഴാണ് അവൾക്ക് അവന്റെ കോള് വന്നത്. ആയിച്ച, അവള് വന്നു, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ കോള് കട്ട് ചെയ്തു. ശേഷം റോഡിന്റെ എതിർവശത്തായി നിന്നുകൊണ്ട് തനിക്ക് വേണ്ടി ചുറ്റും കണ്ണുകളാൽ പരതുന്ന ഫർസുവിന്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു. എന്നാൽ കോള് കണക്ട് ആയില്ല. അവൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. അപ്പോഴും കോള് കണക്ട് ആയില്ല. ഫർസു! ഹർഷ അവിടെ നിന്നുകൊണ്ട് അവൾ നോക്കി കൈവീശിക്കൊണ്ട് ഉറക്കി വിളിച്ചു. എന്നാൽ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം കാരണം ഫർസു അവിടെ വിളിയേട്ടില്ല. ഫർസു! ഡീ! വലതുവശത്തേക്ക് നടന്നു നീങ്ങുന്ന ഫർസുവിനെ കണ്ടതും ഹർഷ വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ അതേ നിമിഷം തന്നെ അവളൊരു കാർ വന്നിടിച്ചു. പെട്ടെന്നൊരു വലിയ ശബ്ദവും ചുറ്റും ആളുകളുടെ ബഹളം കേട്ടപ്പോൾ ഫർസു എന്താണ് കാര്യമെന്നറിയാനായി ചുറ്റും കണ്ണുകൾ ഓടിച്ചു. അപ്പോൾ അവൾ കണ്ടത് വായുവിൽ ഉയർന്നു പോകുന്ന ഹർഷയെയാണ്. ഹർഷേ! അലറി വിളിച്ചുകൊണ്ട് ഫർസു റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ഹർഷ റോഡിലേക്ക് വീണിരുന്നു. തല ശക്തിയിൽ റോഡിലായി ഇടിച്ചതും അവളുടെ ചുടുരക്തം അവിടെ ആകെ പടർന്നൊഴുകി. നെറ്റിയിൽ നിന്ന് മുഖത്തേക്ക് ഇറ്റു വീഴുന്ന രക്തത്തുള്ളികളാൽ കാഴ്ച മങ്ങുമ്പോൾ അവൾ കണ്ടിരുന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് ഓടി വരുന്ന അവിടെ മാത്രം ഫർസുവിനെ. ആ നിമിഷം അതികഠിനമായ വേദനയിൽ പോലും അവൾക്കായി ഹർഷയുടെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആരോ വലിയ ഗർത്തത്തിൽ നിന്നും തള്ളിയിടുന്ന പോലെ അനുഭവപ്പെട്ടതും ഹർഷ തന്നെ മിഴികൾ വലിച്ചു തുറന്നു. എന്നാൽ ശരീരം മുഴുവൻ പടരുന്ന വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തലയിൽ എന്തോ കുത്തും പോലെ അനുഭവപ്പെട്ടതും അവിടെ എന്താണെന്ന് അറിയാനായി അവൾ തന്റെ വലം കൈ മേലെ ഉയർത്തി. അപ്പോഴാണ് അവൾ തന്റെ കയ്യിലെ ക്യാനുല ശ്രദ്ധിക്കുന്നത്. അവൾ ഒരു നടുക്കത്തോടെ ചുറ്റും മിഴികൾ പായിച്ചു. ശേഷം സംശയത്തോടെ തന്റെ ശരീരത്തിലേക്കും അനേകം വയറുകളുടെയും ഓക്സിജൻ മാസ്കിന്റെ ഇടയിലായി കിടക്കുകയാണ് താനെന്ന് ഒരു ഉൾക്കിടലത്തോളം മനസ്സിലാക്കി. ആ, ഉണർന്നോ? ഡോക്ടറുടെ ശബ്ദമാണ് അവൾ ശ്രദ്ധയിരിച്ചത്. ഇത്രയും പ്രായമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പിടിച്ചില്ലേ? ഭാഗ്യം കൊണ്ട് തന്നെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഒരുപക്ഷെ ജീവൻ കിട്ടിയാൽ തന്നെ തന്റെ അരക്ക് താഴെ തളർന്നു പോകുന്ന ഞങ്ങൾ കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. അല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കില്ല. കാരണം താനിവിടെ വന്ന അന്ന് മുതൽ തനിക്ക് വേണ്ടി വെള്ളം പോലും കുടിക്കാതെ കാവലിക്കുന്ന രണ്ടുപേരുണ്ട് പുറത്ത്. തനിക്ക് അവരെ കാണുന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരെ എത്തിക്കാലോ ചെയ്യാം. ഡോക്ടർ ചെറുചിരിയോടെ ചോദിച്ചു. അവൾ നിറകണ്ണുകളോടെ വേണമെന്ന് മെല്ലെ തലയാനക്കി. അദ്ദേഹം ചെറുചിരിയോടെ അവളെ പരിശോധിച്ച ശേഷം ചാർട്ടിലായി എന്തോ എഴുതി. അത് നേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്തായി ആരുടെയോ സാമീപ്യം അറിഞ്ഞാണ് ഹർഷ തന്നെ മിഴികൾ വലിച്ചു തുറക്കുന്നത്. മുമ്പിലായി നിൽക്കുന്ന രണ്ട് നിഴൽ രൂപങ്ങളെ കണ്ടതും അവളുടെ കൺകോണിൽ കൂടി കണ്ണീർ ചാറിയിട്ട് ഒഴുകി. വറ്റിവരണ്ട ചുണ്ടുകൾ മേലെ അനക്കിക്കൊണ്ട് അവൾ വിളിച്ചതും അത്രമാത്രം ക്ഷീണത്തിനിടയിലും ഫർസുവിന്റെ കവിളുകൾ വീർത്തു. ഒരു ഇച്ചയും ഫർസും അനക്ക് നല്ല രണ്ടും ഉണ്ടക്കണ്ണുണ്ടല്ലോ മോത്ത്. എന്നിട്ട് ആ ചീറിപ്പാഞ്ഞിരുന്ന കാറ് കണ്ടില്ലേന്ന് വെറുതെ മനുഷ്യനെ തീറ്റിക്കാനായിട്ട്. നിറഞ്ഞു വരുന്ന കണ്ണുകൾ വേഗത്തിൽ ചെമ്മി തുറന്നുകൊണ്ട് ഓരോന്ന് പറയുന്നവളെ കാണുകയെ ഹർഷയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മേലെ കൈനീട്ടി ഫർസുവിനെ അടുത്തേക്ക് വിളിച്ചു. എന്ത് കോലാടി ഇത്? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടർച്ചയോട് ഹർഷ ചോദിച്ചു. മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചു. ഒഴുകിയിറങ്ങുന്ന കണ്ണീർ തോളിലായി തുടച്ചുകൊണ്ട് ഫർസോളെ കണ്ണു കൂർപ്പിച്ച് നോക്കി. ഓ, പറയുന്ന ആളങ്ങ് തടിച്ചുരുണ്ടൂലോ. ഞാനേ ഒന്ന് ഡയറ്റ് ചെയ്താ കുറെ നാളായി വിചാരിക്കണം. ഇപ്പോഴാ അതിനൊരു അവസരം കിട്ടിയത്. ചുണ്ടുകൂട്ടിക്കൊണ്ട് എന്തോ വലിയ കാര്യം പോലെ പറയുന്നവളെ കണ്ടതും ഹർഷ നിറകണ്ണുകളോടെ പുഞ്ചിരിച്ചു. അവൾ മേലെ ചുവന്ന് കലങ്ങിയ മിഴികൾ ഉയർത്തി റെയ്നഡിനെ നോക്കി. അവളെ തന്നെ കണ്ണിമച്ചി നോക്കി നിൽക്കുകയാണ് അവൻ. ഞാൻ പുറത്തുണ്ടാവും. അവളുടെ നോട്ടം ഇങ്ങോട്ടാണെന്ന് മനസ്സിലായതും ഫർസു അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇച്ചേ, ആൾ വിളിച്ചീർന്നു നിലത്തായി മുട്ടുകുത്തിയിരുന്ന് അവളുടെ തോളിലേക്ക് മുഖമർത്തിക്കൊണ്ട് അവൻ വാവിട്ട് കരഞ്ഞു. ഇടി, ഞാൻ പേടിച്ചു പോയിട്ടോ. എന്നെ വിട്ട് പോവല്ലേടി നീ. തോളിൽ നിന്ന് മുഖമുയർത്തി അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അടഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളുടെ ചുണ്ട് വിതുമ്പലടക്കാൻ പ്രയാസപ്പെട്ടു. അവൾ കണ്ണുകളാൽ അവൻ അവളുടെ അടുത്തേക്ക് വിളിച്ചു. അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്തും അവൾ നേർമയിൽ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. ഇരുവരുടെയും ആദ്യ ചുംബനം. പക്ഷെ ആ ചുംബനത്തിന് പ്രണയത്തിനപ്പുറം വാത്സല്യമാണ് നിറഞ്ഞു നിന്നത്. ഉറപ്പാണ് നിറഞ്ഞു നിന്ന്, കരുതലാണ് നിറഞ്ഞു നിന്ന്.
മാസങ്ങൾ കടന്നുപോകവേ ഹർഷ പൂർണ്ണ ആരോഗ്യവതിയായി മാറി. ആ സമയങ്ങളിലെല്ലാം അവൾക്ക് താങ്ങായും തണലായും ഫർസു, റെയ്നേഡും റെയ്നയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സാമീപ്യ ഹർഷയെ പോലെ തന്നെ ഹർഷയിലും അരിയിലും ആശ്വാസം നിറച്ചു. ഹർഷയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മെച്ചപ്പെട്ടതും ഇരു വീട്ടുകാരും ചെന്ന് ഹർഷയുടെയും റെയ്നേഡിന്റെയും വിവാഹം ഉറപ്പിച്ചു. സത്യത്തിൽ റെയ്നേഡിന്റെ വാശിപ്പുറത്താണ് അവർ പെട്ടെന്ന് തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. കാരണം അവൻ അത്രമാത്രം അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചവൾ ഭയന്നു പോയിരുന്നു. അവളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം അവന്റെ മനസ്സിന് അത്രമാത്രം പിടിമുറുക്കിയിരുന്നു. നീ എന്താ ഈ പറയുന്നത്? കല്യാണം വേണ്ടെന്നോ? ഇനിയിപ്പോ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോ എനിക്കൊന്ന് കേൾക്കേണ്ട ഇച്ച. ചേട്ടാ, എനിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല. എനിക്ക് നിങ്ങൾ എന്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല. ഒന്ന് മനസ്സിലാക്ക്. റെയ്നേഡ് പറഞ്ഞുകൊണ്ടിരിക്കെ ഹർഷ അല്പം കടുത്ത സ്വരത്തിൽ അവനോടായി പറഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവരുടെ കല്യാണത്തിന് ഒരു മാസം കൂടിയേ ഉള്ളൂ. അതിനാൽ തന്നെ ഇരു വീടുകളിലും കല്യാണ തിരക്കുകൾ പൊടിപൊടിക്കുകയാണ്. റെയ്നേഡിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുകവരെ ചെയ്തു. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് റെയ്നേഡിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് ഹർഷ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. എന്നാൽ അതീവ സന്തോഷത്തോടെ വന്ന റെയ്നേഡ് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല എന്നുള്ള അവിടെ വാക്കുകൾ കേട്ട് സ്തംഭിച്ച് നിന്നുപോയി. അച്ഛനും എന്റെ മകളുടെ തീരുമാനത്തെ ഞാനും മാനിക്കുന്നു. ഈ കല്യാണത്തിൽ നിന്ന് അവൾ പിന്മാറുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം അവൾ കണ്ടെത്തി കാണും. എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായി നിന്ന് ഹർഷനോടായി അവൻ ഇടർച്ചയോടെ എന്തോ ചോദിക്കാനായി തുനിഞ്ഞതും അവനെ പറയാൻ അനുവദിക്കാതെ അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ അപ്പോഴൊരു പിതാവിന്റെ നിശബ്ദമായ തേങ്ങൽ ആ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്നവൻ അനുഭവപ്പെട്ടു. അമ്മയെങ്കിലും സാരി തലപ്പിൽ കൈവിരൽ ചുഴറ്റി നിൽക്കുകയായിരുന്നു. അരിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ കണ്ണീരോട് അപേക്ഷിക്കാൻ തുടങ്ങിയതും അവർ കരച്ചിലോടെ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവസാന പ്രതീക്ഷ എന്ന വണ്ണം ഹർഷയുടെ അടുത്തായി നിൽക്കുന്ന ഫർസുവിനെ അവനെ നോക്കി. എന്നാൽ നിസ്സഹായ നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. തോറ്റുപോയവന്റെ പുഞ്ചിരി. അതേ പുഞ്ചിരിയോടെ എല്ലാവരെയും വേദനയോടെ നോക്കിയ ശേഷം അവൻ അവിടുന്ന് മേലെ പിന്തിരിഞ്ഞടന്നു. ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട ഫർസു, എന്റെ ഇച്ച പാവ, ചതിയായി പോവും. ഫർസു മടിച്ചു പറഞ്ഞു. ഹർഷ വിതുമ്പലോടെ പറഞ്ഞു. ഹർഷേ. അവളുടെ തോളിൽ കൈയമർത്തിക്കൊണ്ട് ഫർസു മെല്ലെ വിളിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫർസുവിന്റെ മാറിലേക്ക് ചാഞ്ഞു. അവളുടെ പുറത്തും മുടിയിലുമായി മെല്ലെ വിരലോടിച്ചുകൊണ്ട് അവൾ ആശ്വസിപ്പിക്കുമ്പോഴും ഫർസുവിന്റെ ഓർമ്മകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. റെയ്നേഡിന്റെയും ഹർഷയുടെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് കുറച്ചാഴ്ചകൾ പിന്നിട്ടതും ഹർഷയിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഫർസു ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. ആദ്യമില്ലാതെ തന്റെ വെറും തോന്നലുകളാവാ എന്ന് കണ്ട് അവൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞു. എന്നാൽ ദിവസങ്ങൾ പിന്നിടുന്നതനുസരിച്ച് ഹർഷയിൽ കണ്ടുവരുന്ന വിളർച്ചയും ക്ഷീണവും ഫർസുവിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിറച്ചു. ഒരു ദിവസം അവളായി തന്നെ അത് ഹർഷയോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഹർഷയെ അവളോടായി തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി എന്ന് തുറന്നു പറയുന്നത്. അപ്പോൾ തന്നെ ഫർസു ഈ കാര്യം ഹർഷനെ അരിയെ അറിയിച്ചു. ആദ്യം അവരതിനെ നിസ്സാരമട്ടിലെടുത്തുവെങ്കിലും ദിനം പ്രതി അവൾ ക്ഷീണിച്ചു വരുന്നുണ്ടതും അവരുടെ ഉള്ളിൽ ചെറുതായ ഒരു ഭീതി മുളച്ചു. അതിനാൽ തന്നെ അവരവളെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഹർഷയുടെ ശാരീരിക അസ്വസ്ഥതകൾ കേട്ടറിഞ്ഞ ഡോക്ടർ അവൾക്ക് ബ്ലഡ് ടെസ്റ്റിന് എഴുതി കൊടുത്തു. ലാബിൽ ചെന്ന് ബ്ലഡ് കൊടുത്ത ശേഷം ഡോക്ടറെ വിളിക്കാൻ അവർ കാത്തിരുന്നു. അപ്പോഴേ ആക്സിഡന്റിന്റെ ഭാഗമായി സംഭവിച്ച എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കാം അവളിലെ അസ്വസ്ഥതകൾ കാരണമെന്ന് അവളോട് മാതാപിതാക്കളും ഫർസുവും വിശ്വസിച്ചു. എന്നാൽ ഡോക്ടറുടെ വാക്കിൽ കേട്ട ഹർഷ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ തറഞ്ഞിരുന്നു പോയി. ആ നിമിഷം ഒന്ന് കരയാൻ പോലും അവൾ മറന്നുപോയിരുന്നു. ഇതേ സമയം തങ്ങളുടെ മകളുടെ വിധിയോർത്ത് കരച്ചിലടക്കാൻ പ്രയാസപ്പെടുകയായിരുന്നു ഹർഷനും ഹരിയും. എന്നാൽ ഹർഷയിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവളെ തന്നെ നിറകണ്ണുകളോട് നോക്കിയിരിക്കുകയായിരുന്നു ഫർസു. ഡോക്ടറുടെ വാക്കുകൾ കാതിൽ ഈയം ഉരുക്കൊഴിച്ച പ്രതീതിയായിരുന്നു അവർക്ക് നൽകിയത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹർഷയ്ക്ക് എയ്ഡ്സാണ്. ഡോക്ടർ പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങി കേൾക്കവേ ഫർസുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അവൾ തന്റെ മാറിലായി ചാഞ്ഞു കിടക്കുന്നവളെ മെല്ലെ മുഖം കുനിച്ച് നോക്കി. തന്റെ മാറിൽ കവിളമർത്തി പതുങ്ങി കൂടിയിരുന്നുകൊണ്ട് നിശബ്ദമായി കണ്ണീർ പൊഴിക്കുന്നവളെ കണ്ടതും ഫർസു വലങ്കയ്യാൽ തന്റെ വാ മൂടിക്കൊണ്ട് കരച്ചിലടക്കാൻ ശ്രമിച്ചു. നിങ്ങളെന്താ ഇവിടെ? ഞാനൊരിക്കൽ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. ആൾ പറഞ്ഞു തീരും മുമ്പേ റെയ്നേഡിന്റെ കൈയോടെ കവളിൽ ശക്തിയിൽ പതുങ്ങിയിരുന്നു. ആൾ നിലതെറ്റി പിന്നിലേക്ക് വീഴും മുമ്പേ അവനവന്റെ നെഞ്ചിലേക്കിട്ട് ഇറുക്കിയെ ചുറ്റിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ ഞാൻ കൈയൊഴിയും തോന്നി ഉഷ നിനക്ക്. അത്രമാത്രമേ നീ എന്റെ പ്രണയത്തെ മനസ്സിലാക്കിയിട്ടുള്ളോ? അവന്റെ കരവലയത്തിലുള്ള കിടന്നുകൊണ്ട് അവൾ കുതിരിയതും അവനവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കണ്ണീരോടെ ചോദിച്ചു. അവന്റെ ആ വാക്കുകൾ കേൾക്കെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. എനിക്ക് വേണ്ട ഇച്ചി. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഇവളെ എന്റെ പെണ്ണ, എന്റെ പ്രണയം, എന്റെ മാത്രം ഇഷ. തീരുമാനിച്ചുറപ്പിച്ച തീയതി തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. ഉറച്ച സ്വരത്തിൽ ഒട്ടും പതരാതെ ഹർഷന്റെ അരിയുടെയും ഫർസുവിന്റെയും മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. ആറ് മൂവരും മറുത്തൊരക്ഷരം പറയാതെ നിറഞ്ഞ കണ്ണുകളോട് അവനെ തന്നെ നോക്കി നിന്നു. ഇല്ല, എനിക്ക് സമ്മതമല്ല. അവന്റെ ആ വാക്കുകൾ കേൾക്കെ അവൾ ഞെട്ടലോട് അവനിൽ നടന്നു മാറിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ വീണ് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
പ്രണയം എന്നത് ശരീരത്തോട് തോന്നുന്നൊരു വികാരമല്ല ഇഷ. തൻ്റെ പാതിയുടെ മനസ്സിനോട്, തൻ്റെ പാതിയുടെ ആത്മാവിനോട് തോന്നുന്ന പവിത്രമായൊരു വികാരമാണ് പ്രണയം. ശരിയാണ്, പ്രണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശരീരം ഒരു ഭാഗമാണ്. അതിൻ്റെ അർത്ഥം ശരീരവും കാമവും മാത്രമാണ് ഒരു പ്രണയത്തിൻ്റെ പൂർണ്ണത എന്നല്ല. ശരീരം കൊണ്ട് നമുക്ക് ഒന്നുചേരാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട്, ആത്മാവുകൊണ്ട് നമുക്ക് ഒന്നുചേരാം ഇഷ. ആ ഒത്തുചേരൽ മാത്രം മതി നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ, നമ്മുടെ പ്രണയം പൂർണ്ണതയിലെത്താൻ. അവളുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചെറു ചിരിയോടാവൻ പറഞ്ഞതും അവളെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവനിലേക്ക് തന്നെ ചാഞ്ഞു. എന്നാൽ അവന്റെ വാക്കുകൾ കേട്ട് നിൽക്കുകയായിരുന്നു മറ്റു മൂവിലും സന്തോഷം നിറഞ്ഞു. അവർക്ക് അവനോട് അതിയായ ബഹുമാനം തോന്നി. ആ ബെസ്റ്റ്, ആദ്യ രാത്രി വന്നിരിക്കാൻ പറ്റിയ ബോസ്. മുറിയിലായി റെയ്നേഡിന്റെ ശബ്ദം കേട്ടതും ബെഡിലായി കാൽമുട്ടിൽ മുഖം പൊഴുത്തിരുന്നുകൊണ്ട് ഓരോന്ന് ആലോചിക്കായിരുന്നു ഹർഷ. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്തിനാ ഈ വെപ്രാളം? ആളെ ബെഡിലേക്ക് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ തലാഴ്ത്തിയിരുന്നു. ഞാനൊരു ഉമ്മരട്ട് ഇഷ്ടപ്പെണ്ണേ. ആളുടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളിൽ നാണം വിരിഞ്ഞു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖത്ത് ഭയം നെളിച്ചു. ഒന്നും പറ്റില്ല ഇഷ്ടപ്പെണ്ണേ, പ്ലീസ്. കൊഞ്ചലോട് അവൻ പറഞ്ഞു. ആൾ വിറയലോട് അവനെ മുഖമുയർത്തി നോക്കി. തൊട്ടടുത്ത നിമിഷം അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ കവർന്നു. ആൾ വിറയലോട് അവനോട് ചേർന്നിരുന്നു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവരുടെ ചുംബനത്തിൽ ഇടകലർന്നു. ആ നിമിഷം അവൻ ഞെട്ടലോട് അവളിൽ നടന്നു മാറി. ഞാനിനി ഇല്ല, സോറി. അവളുടെ കണ്ണീർ കണ്ടത് അവൻ ചിലമ്പിച്ച ശബ്ദത്തിൽ പതർച്ചയോടെ പറഞ്ഞു. അവന്റെ ആ കണ്ണീര് കാണെ അവൾ എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ മനസ്സിലെ സംഘർഷം മനസ്സിലായ പോലെ അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. അവൻ അവളെയും കൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് പോയി. അവൾ അവിടെയുള്ള സ്വിംഗ് ചെയറിലായിരുത്തിയ ശേഷം അവളോട് ചേർന്ന് അവനും ഇരുന്നു. ഞാൻ ചതിച്ചില്ലേച്ച്, പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചീത്തയല്ല. എനിക്കറിയാൻ പെണ്ണേ. കരച്ചിലടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് വാക്കുകൾ പെറുക്കി കൂട്ടി അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു. അവന്റെ ആ ഉറച്ച ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ അതിലുപരി സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് പനം. ബാക്കി പറയാതെ അവൻ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. അന്ന് ആ ആക്സിഡന്റ് പറ്റി നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പറ്റിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇഷ. അവളെ ഒന്നുകൂടി തന്നെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവനെ നോക്കിയിരുന്നു. അന്ന് നിനക്ക് ബ്ലഡ് എന്ന വഴിയാണ് നിന്നിലേക്ക് എയ്ഡ്സ് എന്ന കണിക വന്നെന്ന് എനിക്കറിയാം. അതോ ആ പന്ന, അവനൊക്കെ ഒരു ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റില്ല. സത്യത്തിൽ നിന്റെ ഈ അവസ്ഥക്കാരനായ ആ ലാബ് ടെക്നീഷ്യനേക്കാൾ, ആ നേഴ്സിനേക്കാൾ എനിക്ക് ദേഷ്യം തോന്നുന്ന ആ ഡോക്ടറോടാ. ഇതിനെപ്പറ്റി ചോദിച്ചു തന്നപ്പോൾ നിന്നോട് പറഞ്ഞെല്ലാം ഞാൻ അറിഞ്ഞു. അവനൊരു കയ്യബദ്ധം പറ്റിയെന്ന് അല്ലേ? നീ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ എന്താ നിന്നോട് പറഞ്ഞെന്നും ഞാൻ അറിഞ്ഞു. നീ ഒരു പൂർത്തിയാകാതെ അവൻ നിർത്തി. ഇല്ല ഇഷ, ആ വാക്ക് ഞാൻ പറയില്ല. എൻ്റെ ഇഷ അത്രക്കാരില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ നിറകണ്ണുകളോടെ പറഞ്ഞു. അവൾ കന്നീനിൽ നിന്ന് പുഞ്ചിരിച്ചു. കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ ആൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. പഠിച്ച പെണ്ണല്ലേ നീ, എന്നിട്ടെന്താ ഇത്ര പേടി? ഇതത്ര വലിയ മാരക രോഗമൊന്നുമല്ല. പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുത്ത് ഇതിനെ നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ആദ്യം നീ നിന്റെ മനസ്സിന്റെ പേടിയെടുത്ത് പുറത്തു കളയണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ലോകത്തിലെ ആദ്യത്തെ സെറോ ഡിസ്കൗണ്ട് പേഷ്യൻസ് ഒന്നല്ല നമ്മളെ പോലെ ഇഷ്ടം പോലെ പേരുണ്ട്. അവരൊക്കെ കുടുംബ കുട്ടികളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. റെഡ് റിബൺ എക്സ്പ്രസിന്റെ മോട്ടോ എന്താണെന്ന് അറിയിച്ച പെണ്ണിന് എംബാർക്കിംഗ് ഓൺ ദി ജേർണി ഓഫ് ലൈഫ്. നമുക്കതുപോലെ പുതിയൊരു ജീവിതയാത്ര തുടങ്ങേണ്ട ഇഷ. കണ്ണിൽ പ്രതീക്ഷ നിറച്ചുകൊണ്ടവൻ ചോദിച്ചു. ആൾ കണ്ണീരോട് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. എനിക്കൊരു സമയം വേണിച്ചേ. കണ്ണു നിറച്ചുകൊണ്ട് ധൈര്യമായി പറയുന്നവളെ കാണുകെ അവനിൽ വാത്സല്യം നിറഞ്ഞു. എന്റെ ഇഷപ്പെണ്ണിന് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, വേണമെങ്കിൽ ഈ ജന്മം മുഴുവൻ എടുത്തോ. ആൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആൾ തേങ്ങി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു. മാസങ്ങൾ അതിവേഗം ഓടി മറഞ്ഞു. ഈ കാലയളവിനുള്ളിൽ ഹർഷയുടെ മനസ്സ് അവളുടെ രോഗവുമായി പൊരുത്തപ്പെട്ടു. ആൾ മുടങ്ങാതെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലെല്ലാം റെയ്നീഡിനോടൊപ്പം തന്നെ ഫർസു റെയ്നി അവൾക്ക് താങ്ങായി കൂടെ തന്നെ നിന്നു. ആൾക്ക് നല്ലൊരു ഭർത്താവായും മകനായും അച്ഛനായും കൂട്ടുകാരനായും റെയ്നീഡ് അവളുടെ ഒപ്പം തന്നെ നിന്നു. അവളുടെ ഉള്ളിൽ അനാവശ്യ പേടികളെയും ആകുലതകളെയെല്ലാം അവനായി തന്നെ അവളുടെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റി. ഒടുവിലെപ്പോഴോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരൊന്നായി മാറി. ഇച്ചേ, ഡ്രസ്സ് തേച്ചുകൊണ്ട് നിൽക്കായിരുന്ന റെയ്നീഡിന്റെ പിന്നിൽ നിന്ന് പുറന്നുകൊണ്ട് ഹർഷ കൊഞ്ചലോടെ വിളിച്ചു. എന്തോ? അവയെ കൊഞ്ചലോടെ തന്നെ അവനും വിളിയേട്ടു. അതുണ്ടല്ലോ ഇച്ചേ. അവന്റെ ഷർട്ട് പിച്ചി വലിച്ചുകൊണ്ട് അവൾ നിന്ന് കൊഞ്ചിയതും അയൺ ബോക്സ് മാറ്റിവെച്ച് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് അവൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്നു. ഏതുണ്ടല്ലോ ഇച്ചേന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവളെ പോലെ തന്നെ കൊഞ്ചലോട് അവൻ ചോദിച്ചതും അവൾ അവനെ മിഴികൾ കൂർപ്പിച്ച് നോക്കി. എനിക്കൊരു കുഞ്ഞുവാ വേണം തോന്നുക. നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ഒളിപ്പിച്ചു. എന്നാൽ അവൾ പറഞ്ഞിട്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് റെയ്നേഡ്. സത്യം? ശരിക്കും? ആളുടെ മുഖം അല്പം ബലമായി തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ആ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തുണ്ടാവും നിറകണുകളോട് ചോദിച്ചതും
ആൾ മനസ്സറിഞ്ഞ ചിരിയോട് അവനെ നോക്കി അതേ എന്ന പോലെ തലയാട്ടി കാണിച്ചു. അവന് ഏറെ കൊതിച്ചിരുന്നു ഈ ഒരു നിമിഷത്തിനായി. പക്ഷെ തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് കൂടി തന്നിൽ നിന്ന് ഈ എയ്ഡ്സ് എന്ന രോഗം പകരുമോ എന്നുള്ള അവളുടെ മനസ്സിലെ ഭയം അറിയാവുന്നതുകൊണ്ട് തന്നെ അവനവന്റെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കിയായിരുന്നു. പിന്നെ അത് ആൾ പറയാനായി ബുദ്ധിമുട്ടി. പറഞ്ഞു ഇഷ്ടപ്പെടണേ. ആളുടെ ഇരുകവളിലും തന്റെ പെരുവിരലാൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസ്പിറേഷൻ ചെയ്താൽ മതി. അതാകുമ്പോൾ കുഞ്ഞിനെ വെച്ചൊക്കെ എയ്ഡ്സ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ആൾ തല കുമ്പിട്ടുന്നോണ്ട് പറഞ്ഞ് അവന് ചിരിയൊന്നു പോയി. എന്തിനാ ഈ തല ഇങ്ങനെ കുമ്പിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നതിന്റെ മനസ്സിലാതി. നമുക്ക് ആ വഴി തന്നെ സ്വീകരിക്കാം കേട്ടോ. ആളുടെ നെറ്റിൽ നേർമയായി മുത്തിക്കൊണ്ടാവൻ പറഞ്ഞതും ആൾ നിറഞ്ഞ കണ്ണുകളോട് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വിജയം കണ്ടു. ഹർഷ ഗർഭിണിയായി. അവളുടെ ഉദരത്തിലൊരു കുഞ്ഞു ജീവൻ നാമ്പിട്ടെന്നറിഞ്ഞ നിമിഷം മുതൽ അവളെ താഴത്തും തറയിലും വെക്കാതെ അച്ഛനും അമ്മമാരും ഫർസു റെയിനെയും കൊണ്ടുനടന്നു. സത്യത്തിൽ അതിൽ പിന്നെ റെയിനേറിന് അവളെ കണി കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ഹർഷ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പോൾ അവളേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഫർസു ആണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് ഏത് സമയം റെയിനേറിന്റെ വീട്ടിലായിരുന്നു. ഹർഷകം കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതെ തന്നെ മാസങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങി. ഡെലിവറി ഡേറ്റ് അടുത്തതിനാൽ ഹർഷയെ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടറിനോട് ഹർഷയുടെ ആവശ്യം കേട്ട് ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും അവളെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്തിനാ ഈഷ ഇങ്ങനെ വാശി പിടിക്കുന്നത്? സി സെക്ഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സുഖമായി തോന്നും. പക്ഷെ ഭാവിയിൽ അതിന്റെ ദൂഷ്യഫലം എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഈഷ. അതുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി മതി. ആളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് റെയിനോട് പറഞ്ഞു. ആളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എനിക്കറിയായിച്ചേ, പക്ഷെ നമ്മുടെ കുഞ്ഞ് നോർമൽ ഡെലിവറിയിൽ കുഞ്ഞിനെ എയ്ഡ്സ് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് സി സെക്ഷൻ മതി ഡോക്ടർ, പ്ലീസ്. റെയിനറിനായി പറഞ്ഞ ശേഷം അവൾ ഡോക്ടറുടെ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. ശരി. അപ്പൊ ഹർഷ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യില്ലല്ലോ അല്ലേ? ഡോക്ടറുടെ ആ ചോദ്യം കേട്ടത് അവൾ നടുക്കത്തോടെ അവരെ മുഖമുയർത്തി നോക്കി. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കൂടിയും കുഞ്ഞിലേക്ക് എയ്ഡ്സ് വരും, അതറിയില്ല ഹർഷക്ക്? ഡോക്ടർ ചെറിയോട് ചോദിച്ചു. അവൾ നടുക്കത്തോടെ തന്റെ വയറിനെ ഇരുകയ്യാലും പൊതിഞ്ഞു പിടിച്ചു. ഞാൻ ചെയ്യും. അവളുടെ സ്വരത്തിൽ വാശി നിറഞ്ഞു. അപ്പൊ നമുക്ക് നോർമൽ ഡെലിവറി പോരെ? തന്റെ HIV വൈറലിനോട് സർപ്രൈസ്ഡ് സ്റ്റേജില്ല. അവളോട് പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിലേക്ക് എയ്ഡ്സ് പകരുന്നൊരു പേടിയും വേണ്ട. അവളുടെ മുഖത്തിന് എഴുതിക്കുന്ന ഭയം കണ്ടതും ഡോക്ടർ ചെരിയോടെ പറഞ്ഞു. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. റെയിനേഡിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും അവൾ മനസ്സോടെ സമ്മതം എന്ന പോലെ നേരത്തെ സ്വരത്തിലൊന്ന് മൂളി. അവൾ വേദനയാൽ അലറി വിളിച്ചു. പുഷി ഹർഷ, ബേബി ഇപ്പൊ വരും. തനിക്ക് തന്നെ ബേബിയെ കാണണ്ടേ? തളർച്ചയാൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന കണ്ടതും അവളുടെ കവിളിലൽപ്പം ശക്തിയിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു. അവൾ കണ്ണീരോടെ വേണമെന്ന് തലയാട്ടിക്കൊണ്ട് പുഷ് ചെയ്യാൻ ആരംഭിച്ചു. മൂക്കിലേക്ക് രക്തത്തിന്റെ ഗന്ധം രൂക്ഷമായി അടിച്ചു കയറിയതും വേദനക്കിടയിൽ അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് അവൾ ചിരിച്ചുകൊണ്ട് കരഞ്ഞു. ഹർഷ, നീ പെൺകുട്ടിയാ? ഡോക്ടർ ചിരിയോട് അവളുടെ അടുത്തേക്കായി കുഞ്ഞുമായി ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞതും മങ്ങിയ കാഴ്ചയിൽ അവൾ കണ്ടു അവളുടെ കുഞ്ഞിനെ. തൊട്ടടുത്ത നിമിഷം അവൾ തികഞ്ഞ സംതൃപ്തിയോടുകൂടി അവളുടെ ക്ഷീണം ബാധിച്ച മിഴികൾ മെല്ലെ അടച്ചു. മാസങ്ങൾ അതിവേഗം ഓടി മറഞ്ഞു. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അതിനാൽ തന്നെ കുഞ്ഞിനെ എയ്ഡ്സ് ഉണ്ടോ എന്നറിയാനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ട വൈദ്യസഹായം തേടിയിരിക്കുകയാണ് റെയിനയുടെ ഹർഷയും. അതിന്റെ റിസൾട്ട് ഇന്നാണ് ഇരുവരും അറിയാൻ പോകുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഇരുവരിലുമുണ്ട്. കുഞ്ഞിന്റെ കരച്ചിലടക്കാനായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹർഷ. അവളെയും കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ഒരു ചെറു ചിരിയോടെ റെയിനേഡും ബെഡിലായി ഇരിക്കുന്നുണ്ട്. റെയിനേഡിന്റെ ഫോൺ റിങ് ചെയ്തും ഹർഷ വേഗം അവൻ അരിയിലേക്ക് ചെന്നു. ഡോക്ടർ ലീഷ, ഫോൺ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ആകുലതയോടെ ഉറങ്ങിയ കുഞ്ഞുമായി അവന്റെ അരികിലായി ചെന്നിരുന്നു. എന്തിനാ ഈഷ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒന്നും വരില്ലെന്നേ. അവളെയും കുഞ്ഞിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ വേദന നിറഞ്ഞ ചിരിയോടെ അവനെ മുഖമുയർത്തി നോക്കി. ടെൻഷൻ അടിക്കരുതെന്ന് പറയാൻ എളുപ്പമായിച്ചേ. പക്ഷേ എന്നെ ഈച്ച ചേർത്ത് പിടിച്ച പോലെ, നമ്മുടെ കുടുംബം ചേർത്ത് പിടിച്ച പോലെ നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഇല്ലാതെ പോയാൽ ഓർക്കാൻ കൂടി വയ്യേച്ചേ. എനിക്ക് നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും ഈ അസുഖമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ നല്ല സമയം വേണ്ടി വന്നു. അപ്പം നമ്മുടെ കുഞ്ഞ് വേണ്ടേച്ചേ. ഈ നശിച്ച രോഗം നമ്മുടെ മോൾക്ക് വേണ്ട. എത്രയ്ക്ക് ഈ സമൂഹം മാറി, മനുഷ്യരുടെ ചിന്താഗതികൾ മാറി. എത്രയ്ക്ക് ഈ സമൂഹം മാറി, മനുഷ്യരുടെ ചിന്താഗതികൾ മാറി എന്ന് പറഞ്ഞാലും എയ്ഡ്സ് എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ എല്ലാം മനസ്സിൽ വരിക അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ പോലെ പിഴച്ചുള്ളത് തന്നെയാവും. നമ്മുടെ കുഞ്ഞിന് ആ വിളിപ്പേര് വേണ്ടേച്ചേ. പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞ്. അതിന് ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗതി വേണ്ടേച്ചേ. ഒഴുകിയിറങ്ങുന്ന കണ്ണീർ പുറം കൈയാൽ അമൃത്തി തുടച്ചു. കുഞ്ഞിന്റെ നെറ്റിയിൽ നേർമയിലൊന്നും മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവന്റെ മിഴികൾ ഈറനണിഞ്ഞു. അവൻ കണ്ണീരോട് ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞു മുഖത്തേക്കും നോക്കി. അതേ നിമിഷം തന്നെ അവന്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ ഡോക്ടറുടെ പേര് തെളിഞ്ഞു. അവരിരുവരുടെയും ഹൃദയമിടിപ്പ് ഏറി. ഹലോ. കോൾ അറ്റൻഡ് ചെയ്ത ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് ചിലമ്പിച്ച സ്വരത്തിൽ അവൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. വൈറോളജിക്കൽ ടെസ്റ്റിംഗിന്റെ റിസൾട്ട് വന്നു. കുഞ്ഞിന് നെഗറ്റീവാണ്. ഡോക്ടറുടെ വാക്കുകൾ കേട്ടത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ഹർഷയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരോടെ സകല ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു.
7 തിരിയിട്ട നിലവിളക്കിന്റെ അടുത്തായി പുൽപ്പായിലായിരിക്കുന്ന അർഷയുടെ അടുത്തായി റെയ്നേഡ് ഇരുന്നു. അവന്റെ മടിയിലായി അവരുടെ കുഞ്ഞുമുണ്ട്. ആചാരപ്രകാരം ഒരു തളിർവെറ്റിയിൽ കുഞ്ഞിന്റെ ഇടത് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിന്റെ വലത് ചെവിയിലായി അവൻ കുഞ്ഞിന്റെ പേര് മെല്ലെ 3 പ്രാവശ്യം വിളിച്ചു. ആ പേര് ഇഷ്ടപ്പെട്ടിട്ടോ എന്തോ കുഞ്ഞിക്കുറുമ്പിയുടെ ചുണ്ടിലൊരു പാൽപുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ റബ്ബേ, അങ്ങനെ അത് കഴിഞ്ഞ് നീയെങ്കിലും ആ സസ്പെൻസ് അങ്ങോട്ട് കളയിൻ്റെ ഇക്ക. എന്നിട്ട് കുഞ്ഞിന്റെ പേരൊന്ന് പറയേ. റെയിനിന്റെ കയ്യിലായി ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്ന ഫർസു ആകാംക്ഷ അടക്കാൻ വയ്യാതെ വിളിച്ചു കൂവി. അവളുടെ സംസാരം കേട്ട് ആടുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്നാൽ റെയിനിൻ അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. പറയിക്ക. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ വീണ്ടും റെയിനേഡിനായി പറഞ്ഞു. ഇപ്പൊ റെയിനിന്റെ ഭാര്യയാണ് ഫർസു. അവർ മുന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവുന്നേ ഉള്ളൂ. പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞു ഫർസു തന്നെ ഇരുവീട്ടിലും വിഷയം അവതരിപ്പിച്ച് വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഫർസുവിന്റെ ആവശ്യം കേട്ടുന്ന റെയിനേഡ് ചിരിയോടെ ഹർഷയെ തലയിരിച്ച് നോക്കി. ആൾ പുഞ്ചിരിയോടെ അവനെ കണ്ണു ചിമ്മി കാണിച്ചതും ആ നിറഞ്ഞ ചിരിയോടെ മുമ്പിലുള്ളവരെല്ലാം മാറി മാറി നോക്കി. എല്ലാവരുടെയും മുഖത്ത് കുഞ്ഞിന്റെ പേരറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുകയാണ്. റെയ്നേഡിന്റെയും ഹർഷിതയുടെയും കുഞ്ഞിക്കിളി റഷീദ റെയ്നേഡ്. ഇനി അവർ സന്തോഷമായി ജീവിക്കട്ടെ അവരുടെ കുഞ്ഞിപ്പെണ്ണിനൊപ്പം.